സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. തൊട്ടുകളിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ റീപ്പർ ഡ്രോൺ ഇറാൻ തകർത്തു. കോടികൾ വില വരുന്ന ഡ്രോണാണ് അമേരിക്കയെ നാണം കെടുത്തി ഇറാൻ വീണ്ടും തൂഫാനാക്കിയത്. ഒപ്പം F-35 വിമാനത്തെ വെടിവെച്ച് ഓടിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഹോർമൂസിനടുത്തുള്ള ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. അതായത് ഇറാന്റെ വൻ പ്രഹരത്തിന് മറുപടിയായാണ് അമേരിക്കയുടെ ബന്ദർ അബ്ബാസ് ആക്രമണം എന്ന് അർത്ഥം. ഇതിനും ഉടൻ തന്നെ തക്കതായ മറുപടി കൊടുക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ അത്യാധുനിക ചാരവിമാനവും ഇറാൻ തകർത്തിരുന്നു. ചർച്ച നടക്കുന്ന സമയമായാൽ പോലും പ്രകോപനങ്ങൾക്ക് നേരെ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഖത്തറിലെ ചർച്ചയിൽ ശക്തമായ നിലപാടുകളുമായി ഇറാൻ പിടിമുറുക്കിയപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും പ്രകോപനവുമായി വീണ്ടും രംഗത്തു വന്നത് എന്നതാണ്. ഖത്തറിൽ നടക്കുന്ന ചർച്ചകളെ എങ്ങനെയെങ്കിലും തുരങ്കം വയ്ക്കാനുള്ള നെതന്യാഹുവിൻ്റെ നീക്കങ്ങളുടെ ഭാഗമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രകോപനങ്ങൾ എന്നാണ് വിലയിരുത്തൽ. ഖത്തറിലെ ചർച്ചയിൽ നിർണായക വിഷയങ്ങളിൽ തർക്കം തുടരുകയാണ്. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള പ്രകോപനങ്ങൾ. എന്നാൽ ഈ പ്രകോപനങ്ങൾക്കെല്ലാം അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറേണ്ട എന്ന തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് നെതന്യാഹുവിന് തിരിച്ചടിയായി മാറുകയാണ്. അതായത് നെതന്യാഹുവിൻ്റെ കെണി ഇറാൻ പൊളിക്കുകയാണ്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയ തിരിച്ചടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അമേരിക്കയുടെ 250 കോടിയോളം വില വരുന്ന MQ-9 റീപ്പർ ഡ്രോണും ഇസ്രായേലിൻ്റെ അത്യാധുനിക ഓർബിറ്റർ മോഡൽ ചാരവിമാനവുമാണ് 2 ദിവസത്തെ ഇടവേളയിൽ ഇറാൻ വെടിവെച്ചിട്ടത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ തങ്ങളുടെ വ്യോമ അതിർത്തി ലംഘിച്ചപ്പോഴാണ് അമേരിക്കയുടെ റീപ്പർ ഡ്രോണിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തത് എന്നാണ് ഇറാൻ വിപ്ലവ സേന സ്ഥിരീകരിക്കുന്നത്. റീപ്പർ ഡ്രോണിന് പുറമെ ഇതേ മേഖലയിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അമേരിക്കയുടെ മറ്റൊരു അത്യാധുനിക ഡ്രോണായ RQ-4 നേരെയും ഒപ്പം F-35 യുദ്ധവിമാനത്തിന് നേരെയും വെടിവെച്ചതായി ഇറാൻ സൈന്യം വെളിപ്പെടുത്തി. ഇതോടെ F-35 വിമാനം ഈ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതായും ഇറാൻ സേന അറിയിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതേവരെ അമേരിക്കയുടെ 24 മുതൽ 30 വരെ റീപ്പർ ഡ്രോണുകൾ ഇറാൻ തകർത്തുവെന്നാണ് ബ്ലൂംബർഗ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് പെൻറ്റഗണിൻ്റെ കൈവശമുള്ള ആകെ റീപ്പർ ഡ്രോണുകളുടെ 20% വരും. ഇറാൻ തകർത്ത ഓരോ റീപ്പർ ഡ്രോണിനും ഏകദേശം 250 കോടി രൂപയോളം വില വരും. ഇതുവഴി അമേരിക്കയ്ക്ക് $1 ബില്യൺ അതായത് ഏകദേശം 8,000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. അമേരിക്കൻ സൈന്യത്തിൻ്റെ ഏറ്റവും മാരകവും അത്യാധുനികവുമായ പൈലറ്റില്ല വിമാനങ്ങളിൽ ഒന്നാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ. നിരീക്ഷണങ്ങൾക്കും കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്താനും അമേരിക്കൻ സൈന്യം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഡ്രോണുകളെയാണ്. അത്ര പെട്ടെന്നൊന്നും ശത്രു റഡാറുകളുടെ കണ്ണിൽ റീപ്പർ ഡ്രോണുകൾ പെടാറില്ല. പക്ഷേ ഇറാൻ്റെ ശക്തമായ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ റീപ്പർ ഡ്രോണുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ തിരിച്ചടിയും നാണക്കേടുമായി മാറിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ഇസ്രായേലിൻ്റെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഏറെ നേരം സഞ്ചരിക്കാൻ കഴിയുന്ന ഓർബിറ്റർ മോഡൽ ചാരവിമാനം ഇറാൻ തകർത്തത്. ഇസ്രായേൽ ഇത് നിഷേധിച്ചതോടെ അതിൻ്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. ദക്ഷിണ ഇറാനിലെ തന്ത്രപ്രധാനമായ ഹോർമുസ്ഗാൻ പ്രവിശ്യയിൽ വെച്ചാണ് ഇസ്രായേലിൻ്റെ നിരീക്ഷണ ഡ്രോൺ തകർത്തത് എന്നാണ് ഇറാൻ്റെ വാർത്താ ഏജൻസിയായ മെഹർ റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ദീർഘദൂരം പറക്കാനും അത്യാധുനിക ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് സൈനിക നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും ശേഷിയുള്ള ഡ്രോണാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഈ ഡ്രോൺ തകർത്തതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമായ ഖോർദാദ് 15 ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഡ്രോൺ തകർത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഒരേ സമയം 6 ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും 150 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ സ്റ്റെൽത്ത് ഡ്രോണുകളെ കണ്ടെത്താനും കഴിയുന്ന സംവിധാനമാണ് ഇത്. ഓർബിറ്റർ പോലുള്ള ഡ്രോണുകൾ സിഗ്നലുകൾ പുറത്തുവിടാതെയാണ് പറക്കുന്നത്. എന്നാൽ ഇവ അന്തരീക്ഷത്തിലെ മറ്റ് റേഡിയോ തരംഗങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ തിരിച്ചറിയുന്ന പാസീവ് റഡാർ സാങ്കേതികവിദ്യ ഇറാൻ ഇസ്രായേലിൻ്റെ ഡ്രോൺ തകർക്കാൻ ഉപയോഗിച്ചുവെന്നാണ് സൂചന. 2019 അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഗ്ലോബൽ ഹോക്ക് ചാരവിമാനത്തെ ഇതേ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വെടിവെച്ചിട്ടത്.
ചർച്ചകൾ നടക്കുമ്പോഴും രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് പുതിയ തിരിച്ചടികളിലൂടെ ഇറാൻ നൽകുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ബന്ദർ അബ്ബാസ് തുറമുഖം ആക്രമിച്ച അമേരിക്കൻ നടപടിക്കും ഉറപ്പായും തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വിപ്ലവ സേന വ്യക്തമാക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് ഇറാൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തലവനായ മുഹമ്മദ് ബാഖർ സോൾഖാദർ ആക്രമണത്തിന് ശേഷം പറഞ്ഞത്. ഇറാൻ്റെ 4 സൈനികർ കൊല്ലപ്പെടുകയും താവളങ്ങൾ തകരുകയും ചെയ്തതിന് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വിപ്ലവ സേനയും വ്യക്തമാക്കുന്നത്. ഇതിനെ ഒരു പ്രതിരോധ ആക്രമണമായിട്ടാണ് അമേരിക്ക ചിത്രീകരിക്കുന്നത്. അതായത് ഇറാൻ അവിടെ എന്തൊക്കെയോ കുറേ സൈനിക ഒരുക്കങ്ങൾ നടത്തി അതിനെ തകർക്കാൻ വേണ്ടി മാത്രം നടത്തിയ ആക്രമണമാണ്, വെടിനിർത്തലിനെ ഇത് ബാധിക്കില്ല എന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. ഇനി ചർച്ചകളെ പൊളിക്കാൻ നെതന്യാഹു നടത്തുന്ന നീക്കങ്ങൾ കൂടി നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായി ഖത്തർ ചർച്ചകളെ ലക്ഷ്യമിട്ട് നെതന്യാഹു നടത്തിയ ഇത്തരം നീക്കങ്ങളുടെ ടൈം ലൈൻ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മെയ് 19 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഖത്തറിലെ ദോഹയിൽ ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയ സമയം മേഖലയിലെ യുദ്ധാന്തരീക്ഷം നിലനിർത്താനും ചർച്ചയുടെ ശ്രദ്ധ തിരിക്കാനും ഇറാൻ്റെ സഖ്യകക്ഷിയായ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ വ്യോമാക്രമണം ഇസ്രയേൽ അതീവ ശക്തമാക്കി. അവിടെ നിന്നാണ് തുടക്കം. മെയ് 22-23 ദിവസത്തിൽ ഖത്തർ ചർച്ചകളിൽ ഇറാനും അമേരിക്കയും തത്വത്തിൽ ധാരണയിലെത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചു. അത്യന്തം വീർപ്പ് മുട്ടിക്കുന്ന ഫോൺ സംഭാഷണമാണ് ഇരുവരും തമ്മിൽ നടന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ട്രംപിനോടുള്ള വിയോജിപ്പും മറ്റുമൊക്കെ സങ്കടത്തോടു കൂടി നെതന്യാഹു വിശദീകരിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കാതെ അമേരിക്ക കരാറിൽ ഒപ്പിടരുത് എന്ന് നെതന്യാഹു ശാഠ്യം പിടിച്ചു എന്നാണ് റിപ്പോർട്ട്. ആദ്യം കരാർ ഏതാണ്ട് പൂർത്തിയായെന്ന് ഉടൻ പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞിരുന്ന ട്രംപ് നെതന്യാഹുവിൻ്റെ ഫോൺ വിളിക്ക് പിന്നാലെ ധൃതി പിടിച്ച് കരാർ വേണ്ട എന്ന നിലപാടിലേക്ക് മാറി എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. മെയ് 24-ന് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഓർബിറ്റർ ചാര ഡ്രോൺ ഇറാനിലേക്ക് ഇസ്രയേൽ അയച്ചു. തീവ്ര നിലപാടുകാരെ പ്രകോപിപ്പിക്കാനുള്ള നീക്കമാണ് അവിടെ നടന്നത്. അതായത് ഇങ്ങനെ ഓരോ ഘട്ടമായി പ്രകോപന നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ട്രംപിനെ ചർച്ച നടത്തി ട്രംപിന് തൻ്റെ വഴിക്ക് വരുത്താനുള്ള നീക്കവും നെതന്യാഹു നടത്തുന്നു. മെയ് 25-ന് നെതന്യാഹു പുതിയ അടവ് പുറത്തെടുത്തു. ട്രംപിന് മേൽ കടുത്ത നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി. ഇതേ തുടർന്ന് ട്രംപ് ഇറാൻ കരാറിന് പുതിയൊരു നിബന്ധന വെച്ചു. ഇറാൻ മാത്രമല്ല, സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെന്ന നിലപാടാണ് ട്രംപ് പറഞ്ഞത്. ഇതോടെ സ്വാഭാവികമായി ഖത്തർ ചർച്ചകൾ കൂടുതൽ സങ്കീർണമായി. ഏറ്റവും ഒടുവിൽ ഇസ്രയേലിൻ്റെ പ്രകോപനങ്ങളും അതിന് മറുപടിയായി ഇറാൻ അമേരിക്കയുടെ റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതും കാരണം അമേരിക്കയ്ക്കും ബന്ദർ അബ്ബാസിൽ പുതിയ ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം വന്നു. അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഇസ്രയേൽ സൃഷ്ടിച്ചെടുത്തു. ചർച്ചകൾക്കിടയിലും അമേരിക്കയെ കൊണ്ട് ഇറാനെ വീണ്ടും ആക്രമിപ്പിക്കുക എന്ന നെതന്യാഹുവിൻ്റെ കുശാഗ്ര ബുദ്ധി വീണ്ടും വിജയിച്ചു എന്ന് പറയാം. ഇറാൻ ഭരണ നേതൃത്വത്തിലുള്ള തീവ്ര നിലപാടുകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നെതന്യാഹുവിൻ്റെ പുതിയ നീക്കങ്ങൾ എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇതുവഴി ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും ഇറാനെ വീണ്ടും അമേരിക്ക ആക്രമിക്കുമെന്നും നെതന്യാഹു കണക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ കണക്ക് കൂട്ടി. നെതന്യാഹു ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിന് കാരണം ഇസ്രയേലിൽ ഉടൻ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. നെതന്യാഹു പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേകൾ പറയുന്നത്. യുദ്ധത്തിൽ വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ വ്യക്തമായ വിജയം കാണിക്കാതെ ഇറാനും അമേരിക്കയും സമാധാന കരാറിലേക്ക് പോയാൽ അത് തൻ്റെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഭയം. അതായത് രാഷ്ട്രീയമായി അധികാരം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഭയം. അങ്ങനെയെങ്കിൽ യുദ്ധം നടക്കട്ടെ, മനുഷ്യർ മരിക്കട്ടെ എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. എന്നാൽ നെതന്യാഹുവിൻ്റെ ഈ കുതന്ത്രം മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിലെ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറാത്തത് ഇറാൻ്റെ ആസൂത്രിതമായ തന്ത്രപരമായ നീക്കമാണ് എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആഗോള പിന്തുണ സ്വന്തമാക്കാൻ ഇറാന് കഴിയുന്നു. അതായത് ചർച്ചകളിൽ ഇറാൻ തുടരുന്നു എന്നുള്ള ഒരു പിന്തുണ അത് സ്വന്തമാക്കാൻ ഇറാന് കഴിയുന്നു. മാത്രമല്ല, നയതന്ത്ര ചർച്ചയിലൂടെ പല നിർണായക കാര്യങ്ങളും തങ്ങളുടെ രീതിയിലേക്ക്, തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഇറാൻ വിചാരിക്കുന്നത്. അതായത് ഹോർമൂസിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യം, തങ്ങൾക്ക് കിട്ടാനുള്ള ഫണ്ടുകൾ വിട്ടുകിട്ടുക തുടങ്ങിയ കാര്യങ്ങളിൽ തങ്ങളുടേതായ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഖത്തറിലെ ചർച്ചകളിൽ ഇറാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ നിന്ന് പിന്മാറാതെ തന്നെ പ്രകോപനങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. മാത്രമല്ല, നെതന്യാഹു എത്രത്തോളം കുതന്ത്രം നടത്തിയാലും ട്രംപിന് ഈ കരാറുമായി മുന്നോട്ടു പോകാനാണ് താല്പര്യം എന്നതുകൂടി കണക്കിലെടുത്താണ് ഇറാൻ ഈ തന്ത്രം പയറ്റുന്നത്.
ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഒന്ന്, തങ്ങൾക്ക് മേൽക്കൈയുള്ള ഒരു കരാർ ഉണ്ടാക്കുക. രണ്ട്, നെതന്യാഹുവിൻ്റെ പ്രധാനമന്ത്രിയായി തുടരാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ തോൽപ്പിക്കുക. ഒരു സമാധാന കരാർ ഉണ്ടായാൽ ഉടൻ തന്നെ ഇസ്രയേലിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും നിലവിലെ ജനവികാരം അനുസരിച്ച് നെതന്യാഹു അവിടെ പരാജയപ്പെടുകയും ചെയ്യുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. മാത്രമല്ല, ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള അകൽച്ച കൂടുകയും ചെയ്യും. ഇതാണ് നയതന്ത്രപരമായും ബുദ്ധിപരമായും കരുക്കൾ നീക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ദോഹയിൽ നടക്കുന്ന സമാധാന ചർച്ചകളെ കൂടി പറഞ്ഞ് നിർത്താം. വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനാൽ കരാർ ഒപ്പിടുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി വൈകും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കരാറിലെ ചില പ്രത്യേക വാക്കുകളെയും നിബന്ധനകളെയും ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരിക്കൽ കൂടി തിരുത്തി എഴുതാൻ ഏതാനും ദിവസങ്ങൾ കൂടി എടുത്തേക്കുമെന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന $24 ബില്യൺ ഫണ്ടുകൾ പൂർണ്ണമായും വിട്ടുകിട്ടണമെന്ന് ഇറാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായി ഈ ആവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കണം എന്നുള്ള കാര്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തുക കൈമാറുന്നതിനുള്ള കൃത്യമായ ഒരു സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിനു വേണ്ടി ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് പ്രത്യേകം ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കാര്യത്തിലും കടുത്ത ഭിന്നത ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഹോർമൂസ് തുറക്കാൻ ഇറാൻ തത്വത്തിൽ തീരുമാനിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പല വാർത്തകളും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഈ നേതാക്കൾ പ്രഖ്യാപനം നടത്തുമ്പോൾ മാത്രമേ ഇത് സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഹോർമൂസ് തുറക്കുകയാണെങ്കിലും തങ്ങളുടെ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് അവിടെ നിന്ന് പണം പിരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഹോർമൂസ് തുറക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. ഇതാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ അവസ്ഥ. ഇസ്രായേൽ കുതന്ത്രങ്ങളെ തോൽപ്പിച്ച് ഇറാൻ അമേരിക്ക കരാർ സാധ്യമാകുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. പശ്ചിമേഷ്യയിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.